യാ മോനെ 219 മാർക്കോ? ഇതിന്റെ നസ്രീൻ ഷാവുല്ല H2 അതിന് മുമ്പുള്ള സെക്കൻഡ് എത്രയാ മാർക്ക് വരുന്നത്? സെക്കൻഡ് 80 സംതിങ് ആണ്, 85 ഏകദേശം ഒരു 140 മാർക്കിന്റെ ഡിഫറൻസിലെ ഈ ഗ്രോത്ത് മീറ്റർ സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്കിത് ഒരിക്കലും ഇങ്ങനെ ഒരു കണ്ടെത്താൻ കഴിയൂലല്ലോ. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഗ്രോത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഈ വർഷം സൈത്തൂന് ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ ഏകദേശം 700ഓളം പ്രാക്ടീസുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമിക് ഹെഡ്സ് ഒരു റിസോർട്ടിൽ ഒരു വീക്ക് ഇരുന്ന് കൃത്യമായിട്ട് ബ്ലൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാക്ടീസുകളും ക്യാമ്പസിൽ നടക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടി ഒരു എക്സാമിന് ടോപ്പ് മാർക്ക് വന്നെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 5 പോയിന്റ് ഉണ്ടാവും. ഇതേ കുട്ടി തന്നെ സുഹൃത്തുക്കളെ ഒരു വെർബൽ അബ്യൂസ് നടത്തി അല്ലെങ്കിൽ ക്ലാസ്സിൽ യൂണിഫോം ഇല്ലാതെ വന്നു, അങ്ങനെയാണെങ്കിൽ 3 പോയിന്റ് മൈനസ് ആയി. ഇപ്പൊ ടോട്ടലി കുട്ടിക്ക് 2 പോയിന്റ് ആണ്. ഇതാണ് ഗ്രോത്ത് മീറ്റർ സിസ്റ്റം. ഇങ്ങനെ ഓരോ കുട്ടിയുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികളെ നമ്മൾ അസംബ്ലിയിലൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. മാർക്ക് കുറഞ്ഞ കുട്ടികളെ നമ്മൾ വിളിക്കും. വളരെ കുറവാണെങ്കിൽ പാരന്റ്സിനെയും വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയാണ്. നാസിൻ ഷാഹുൽ ഒരു ഹെവിലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല, ഒരു ഓർഗനൈസിങ് സ്കില്ലുള്ള ഒരു കുട്ടിക്കപ്പുറത്ത് ഇന്റേണലി ഒരുപാട് സ്കില്ലുകളുള്ള മകളാണ്. ഈ ഗ്രോത്ത് മീറ്റർ സിസ്റ്റം ഇല്ലെങ്കിൽ നാസിൻ ഷാഹുലിനെ പോലെയുള്ള കുട്ടികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ ഓരോ കുട്ടിയുടെയും സ്റ്റാൻഡ് എന്താണ്, അവർ ഏത് രൂപത്തിലാണ് ക്യാമ്പസിൽ പെർഫോം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഗ്രോത്ത് മീറ്റർ. ഓരോ ക്യാമ്പസും ഇന്റേണലി വളരെ സൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സുകൾ നമ്മുടെ കുട്ടികളിൽ മാറ്റമുണ്ടാക്കാൻ ഒരുപാട് സഹായിക്കും.